സരിത എസ് നായരുടെ ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ ഉടൻ തീരുമാനമെന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. കെ കരുണാകരന്റെ രാജിയും ചാരക്കേസും തമ്മിൽ ബന്ധമില്ലെന്ന് ഉമ്മൻചാണ്ടി. തെളിവ് നശിപ്പിച്ച IG TJ ജോസിനെതിരായ ഫയൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ നാളെ കമ്മീഷന് മുന്നിൽ ഹാജരാക്കുമെന്ന് സരിത. നയപ്രഖ്യാപനം നടത്തരുത് എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഗവർണർ തള്ളി. പ്രതിപക്ഷം ഗവർണറെ കണ്ടത് നയപ്രഖ്യാപനവും മുഖ്യമന്ത്രിയുടെ ബജറ്റ് അവതരണവും തടയണമെന്നാവശ്യപ്പെട്ട്. സോളാർ കേസിൽ CBI അന്വേഷണത്തിന് BJP നീക്കം. ലാവ്ലിൻ കേസിനെക്കുറിച്ച് മിണ്ടാത്തതെന്തെന്ന് പിണറായിയോട് VM സുധീരൻ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമരം ഒത്തുതീർന്നു. 610 പേരെ കൂടി ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും. 3 ലക്ഷം രൂപ വരെ ധനസഹായം നൽകും. തീരുമാനം മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടന്ന ചർച്ചയിൽ. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ പൂച്ചട്ടി എറിഞ്ഞ യുവതി അറസ്റ്റിൽ. സാഹിബാബാദ് സ്വദേശി റീനയുടെ പ്രതിഷേധം മോദിയെ കാണാൻ അനുമതി നിഷേധിച്ചതിന്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ട്രസ്റ്റിയെ നീക്കണമെന്ന് സുപ്രീം കോടതിയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സത്യവാങ്മൂലം. മൂലം തിരുനാൾ രാമവർമ്മയ്ക്ക് ട്രസ്റ്റി സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല. ട്രസ്റ്റ് അനധികൃതമായി പണം പിരിക്കുന്നുവെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ. സരിത എസ് നായരുടെ ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് UDFന്റെ ആവശ്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. എല്ലാവർക്കും ബോധ്യമാകുന്ന രീതിയിൽ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരും. ചാരക്കേസിൽ കെ കരുണാകരൻ രാജിവെച്ചതിൽ തനിക്ക് പങ്കില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സോളാർ കേസിൽ തെളിവ് നശിപ്പിച്ച സംഭവത്തിൽ IG TJ ജോസിനെതിരായ ഫയൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സോളാറുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യങ്ങൾക്ക് എല്ലാം ഗൂഢാലോചനയാണെന്ന പതിവ് മറുപടിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എനിക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 1% ശരിയാണെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് മാത്രമല്ല പൊതുരംഗത്ത് പോലും നിൽക്കാൻ അർഹനല്ല. നിങ്ങൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ബോധ്യപ്പെടത്തക്ക വിധത്തിൽ കാര്യങ്ങൾ എല്ലാം മനസ്സിലാകും, യാതൊരു സംശയവുമില്ല. CPIM 10 കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന സരിത നായരുടെ ആരോപണം UDF വിശ്വസിക്കുന്നില്ലെന്ന ന്യായീകരണവും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. ഇത്രയും വലിയൊരു വാർത്ത വന്നിട്ട് ഞാൻ അത് എവിടെങ്കിലും ഒന്ന് പരാമർശിച്ചിട്ടുണ്ടോ? എന്താ കാരണം? ഇങ്ങനെ പറയുന്നവരുടെ തെളിവിന് പുറകെ പോയാൽ നാണം കറങ്ങി വരും. ചാരക്കേസുമായി ബന്ധപ്പെട്ട് കെ കരുണാകരൻ രാജിവെച്ചതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: ISRO ചാരക്കേസും കെ കരുണാകരൻ രാജിവെച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾ ഈ പറയുന്ന ഒന്നുമല്ല. വ്യത്യസ്തമായി നിങ്ങളൊന്നും ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. തമ്പാനൂർ രവിക്കെതിരെയും ബെന്നി ബെഹനാനുമെതിരെയുള്ള ആരോപണങ്ങൾക്ക് അവർ മറുപടി നൽകിയിട്ടുണ്ട്. സോളാർ കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന UDFന്റെ ആവശ്യം ഉടൻ പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. UDFന്റെ ശുപാർശ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് തലത്തിൽ അന്വേഷിച്ച് ആവശ്യമായിട്ടുള്ള തീരുമാനമെടുക്കും. മീഡിയ 1 തിരുവനന്തപുരം. നിയമസഭാ സമ്മേളനത്തിൽ നയപ്രഖ്യാപനം നടത്തരുത് എന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഗവർണർ തള്ളി. ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റുമെന്ന് ഗവർണർ അറിയിച്ചു. നിരവധി അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കരുത് എന്നും കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം നടത്താനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സോളാർ ബാർ അഴിമതികളിൽ മുങ്ങി നിൽക്കുന്ന സർക്കാരിന്റെ അവസാനത്തെ സഭാ സമ്മേളനത്തിൽ നയപ്രഖ്യാപനം നടത്തരുതെന്നാണ് പ്രതിപക്ഷം ഗവർണറോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റുമെന്നായിരുന്നു ഗവർണറുടെ മറുപടി. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള LDF നേതാക്കളാണ് ഗവർണറെ കണ്ടത്. ജനാധിപത്യ വിരുദ്ധമായ ഈ സാഹചര്യത്തിലാണ് അങ്ങ് ഇങ്ങനെയൊരു ഗവൺമെന്റിന് വേണ്ടിയിട്ട് നയപ്രഖ്യാപനം നടത്തുന്നത്. അദ്ദേഹം ഭരണഘടനാപരമായിട്ട് ഗവർണർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അദ്ദേഹവും മേടിച്ചു. വെള്ളിയാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭക്കകത്തും പുറത്തും ശക്തമായ പ്രക്ഷോഭം നടത്താനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ആരോപണ വിധേയനായ മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചാൽ സ്വൈര്യമായി പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. ഇനി അലോസരങ്ങളുടെ ദിനം മാത്രമായിരിക്കും. മീഡിയ 1 തിരുവനന്തപുരം. കോൺഗ്രസ് നേതാവ് ശ്രീ PM സുരേഷ് ബാബു എനിക്കൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ രാജു എബ്രഹാം MLA CPM നേതാവ് പത്തനംതിട്ട സ്റ്റുഡിയോയിൽ, ശ്രീ A സജീവൻ മാധ്യമപ്രവർത്തകൻ കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നുമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ രാജു എബ്രഹാം, മുഖ്യമന്ത്രിക്ക് കുലുക്കമൊന്നും കാണുന്നില്ലല്ലോ, എന്തുകൊണ്ടാകണം അത്? മടിയിൽ കനമില്ലാത്തത് കൊണ്ടുള്ള പേടിയില്ലായ്മയാണോ അദ്ദേഹത്തിൻ്റെ? തൊലിക്കട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന്
ഞാൻ മാത്രമല്ല നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ സോളാർ ആരോപണം വന്നത് അദ്ദേഹത്തിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ്, അദ്ദേഹത്തിൻ്റെ വീട് കേന്ദ്രീകരിച്ചാണ്, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ കേന്ദ്രീകരിച്ചാണ്. അദ്ദേഹം രഹസ്യ ചർച്ചകൾക്കും ഗൂഢാലോചനകൾക്കും നേരിട്ട് ബിജു രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുമായി നേരിട്ട് പങ്കെടുത്തു. ഇതെല്ലാം വന്നപ്പം മാനമുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ആ സെക്കൻഡിൽ രാജി കൊടുത്ത് അന്തസ്സോടുകൂടി അദ്ദേഹം അന്വേഷണത്തെ നേരിടുമായിരുന്നു. പക്ഷേ അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം കടിച്ചു തൂങ്ങുകയാണ് ഉണ്ടായത്. എന്ന് മാത്രമല്ല, എത്ര അപമാനം സഹിച്ചു ഞാൻ ഈ മുഖ്യമന്ത്രി കസേരയിൽ തുടരും എന്ന് ലോകത്തൊരു മന്ത്രിമാർ പറയാത്ത ഒരു വാചകവും അദ്ദേഹം ഇതിനോട് കൂട്ടിച്ചേർത്തു. ഇതിൽ പരം അപമാനിക്കപ്പെട്ട ഒരനുഭവം നമ്മുടെ മുമ്പിലുണ്ടോ? അതിനെ തുടർന്ന് ഇന്ന് വരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ എന്താ നമ്മൾ കാണിക്കുന്നത്? രാഷ്ട്രീയത്തിൽ ഇത്രയും മോശപ്പെട്ട നിലയിൽ പ്രവർത്തിക്കാൻ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കഴിയുന്നു? അത്ഭുതപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഇത്തരക്കാരാണോ എന്ന് പൊതുജനം മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുകയാണ്. അപമാനിക്കപ്പെട്ട് നിൽക്കുകയാണ് ഈ സംസ്ഥാനം. ഇതിൽ പരം എന്താണ് വേണ്ടത്? എങ്ങനെയാണ് ഗവർണർ എൻ്റെ സർക്കാരിൻ്റെ ബജറ്റ് എന്ന് പറഞ്ഞാണ് ഗവർണർ ഇവിടെ നയപ്രഖ്യാപനം അവതരിപ്പിക്കേണ്ടത്? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നയപ്രഖ്യാപനം അവതരിപ്പിക്കാൻ ദയവ് ചെയ്ത് ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജി കൂടിയായ ഗവർണർ വരരുത്, അതിൽ പങ്കെടുക്കരുത്, അത് മാറി നിൽക്കണം. ഭരണഘടനാപരമായ ഒരു അവകാശമാണ്, ഒരു ബാധ്യതയാണ് എന്ന് ഞങ്ങൾക്കറിയാം. അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല. പക്ഷേ ഇത്ര അപമാനകരമായ ഒരവസ്ഥയിൽ ഈ കേരളത്തിലെ ജനങ്ങൾ പരമപുച്ഛത്തോടുകൂടി ഈ ഗവൺമെൻറ്റിനെ കാണുന്ന ഇത്തരം ഒരവസ്ഥയിൽ എൻ്റെ ഗവൺമെൻറ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു നയപ്രഖ്യാപനം അവതരിപ്പിക്കരുത് എന്ന് ഞങ്ങൾ അതുകൊണ്ടാണ് ഗവർണറോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. തിരിച്ചു വരാം. ശ്രീ എ സജീവൻ, മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കേണ്ട അപമാനകരമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴത്തേത് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ, പക്ഷേ അത്തരത്തിലുള്ള ഗൗരവമൊന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശബ്ദത്തിൽ കാണുന്നില്ല. അദ്ദേഹം എല്ലാ ചോദ്യങ്ങളിൽ നിന്നും പതിവ് പോലെ വഴുതിയും ഒഴിഞ്ഞുമാറിയുമൊക്കെയാണ് വാർത്താ സമ്മേളനത്തെ നേരിട്ടത്. എന്ന് മാത്രമല്ല, ചാരക്കേസ് അല്ല മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനെ ആ സ്ഥാനത്ത് നിന്ന് പോകേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യം എന്നുകൂടെ പറയാൻ അദ്ദേഹം ധൈര്യം കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് നിലക്ക് അതിജീവിക്കാനാകുമെന്നായിരിക്കണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കരുതുന്നത്? ജനം അത്ഭുതപ്പെടേണ്ടുന്ന രാഷ്ട്രീയ സാഹചര്യമാണോ ഇപ്പോഴത്തേത്? രാഷ്ട്രീയ സാഹചര്യം ജനത്തിന് അത്ഭുതപ്പെടുകയോ അത്ഭുതപ്പെടാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന പോലെ അദ്ദേഹം ശരിയാണെന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം നമുക്കറിയാവുന്നത് ഈ ചാരക്കേസിൻ്റെ കാര്യമാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യക്തമായിട്ട് അന്നത്തെ 95-ലെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കരുണാകരന് എതിരായിട്ടൊരു വിധി വന്നപ്പോഴല്ല ഇത് വന്നിട്ടുള്ളത്. ശ്രീവാസ്തവയ്ക്കെതിരെ ഉള്ള ഒരു ഹൈക്കോടതിയുടെ പരാമർശം വന്നപ്പോൾ അന്ന് കോൺഗ്രസ് നേതാക്കന്മാരിൽ പല ആളുകളും വളരെ പരസ്യമായിട്ട് പറഞ്ഞാണ് അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ഉമ്മൻചാണ്ടി വളരെ വ്യക്തമായി പറഞ്ഞ കാര്യം ഇപ്പോഴത് എല്ലാ ആളുകളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിഷേധിക്കാൻ പറ്റില്ല. കാരണം പക്ഷെ എന്നാൽ പോലും അങ്ങനെ പറഞ്ഞു എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം സമ്മതിക്കുമ്പോൾ തൻ്റെ നേതാവായിരുന്ന കരുണാകരനെതിരെ താൻ അന്ന് യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നെന്ന് സമ്മതിക്കലായി മാറും. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഇത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം, അന്നത്തെ പോലെ കരുണാകരൻ്റെ അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് കോൺഗ്രസിൽ കരുണാകരനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പോലും അദ്ദേഹത്തിനെതിരായിട്ട് നിന്ന കാലമാണ്. പല ആളുകൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ഓരോ MLA-മാരും മാറി മാറി പോയ ചരിത്രവും അതിൻ്റെ കാരണങ്ങളും അതിന് ശ്രമിച്ച ആളുകളൊക്കെ എന്തെല്ലാമാണെന്ന് അന്ന് രാഷ്ട്രീയം വളരെ അടുത്ത് കൗതുകത്തോടു കൂടിയിട്ട് കണ്ട എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് കരുണാകരൻ ഒരു വല്ലാത്തൊരു ഉമ്മൻചാണ്ടി തന്നെ അന്ന് പറഞ്ഞ പോലെ ഒരാളോടും ചോദിക്കാതെ, ഒരാളെയും വിശ്വാസത്തിലെടുക്കാതെ അങ്ങനെ ഒരു നിലപാടെടുത്ത കരുണാകരനെതിരെ അന്ന് ഉമ്മൻചാണ്ടി നടത്തിയിരുന്ന യുദ്ധപ്രഖ്യാപനം, ഉമ്മൻചാണ്ടി മാത്രമല്ല മറ്റ് പല ആളുകളും നടത്തിയിരുന്ന യുദ്ധപ്രഖ്യാപനം വളരെ ശരിയാണെന്ന് വിചാരിക്കുന്നു. അതേപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥയുള്ളത്. ഇപ്പോഴും ഇതേപോലെ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ളൊരു പരാമർശം ഉണ്ടായില്ല എന്നുള്ള കാര്യം സത്യമാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് കോടതിയുടെ ഒരു കേസെടുക്കണം എന്നുള്ളൊരു ആവശ്യം വന്നുമല്ലാതെ അത് ഹൈക്കോടതി മരവിപ്പിക്കുകയും ചെയ്തു. അതല്ലാതെ നേരിട്ടുള്ള പരാമർശം ഉണ്ടായില്ല. പിന്നെ കമ്മീഷന് മുമ്പാകെ സരിത പറയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അതൊന്നും കേസല്ല. എന്നാലും
ഇതൊക്കെ അന്നത്തെ ഒരു അവസ്ഥ പോലെ തന്നെ ഇപ്പോൾ ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത് ഏറ്റവും കൃത്യമായിട്ടുള്ള ലക്ഷ്യമായിട്ട് എല്ലാ ആളുകളും കാണുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആളെയാണ്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ 95-ലെ അതേ സമാന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നെല്ലാവരും മിക്ക ആളുകളും പറയുന്നത്. അത് പക്ഷേ അന്ന് കരുണാകരൻ ശ്രമിച്ചതുപോലെ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാം, കരുണാകരൻ ചെയ്തതുപോലെ വേണമെങ്കിൽ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കാം, രാജിവെക്കാതിരുന്നാലും നിയമപരമായിട്ടൊരു പ്രശ്നവുമില്ല. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ പി എം സുരേഷ് ബാബു, 95-ലേത് സമീപകാല ചരിത്രമാണ് എന്ന് വെച്ചാൽ അതിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തന്നെ പ്രസ്താവനകളുടെ വീഡിയോ രൂപം സോഷ്യൽ മീഡിയയിലടക്കം പരന്നു നടക്കുന്നുമുണ്ട്. ദൃശ്യമാധ്യമങ്ങൾ അവ നൽകുന്നുണ്ട്. ഏഷ്യാനെറ്റ് പോലുള്ള അക്കാലത്തുണ്ടായിരുന്ന അവരുടെ കയ്യിൽ ആ ദൃശ്യങ്ങൾ തന്നെയുണ്ട്. അതിനെപ്പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടത്തുന്നത്. നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള രാഷ്ട്രീയ കളിയാണോ അദ്ദേഹത്തിൻ്റേത്? ഇതിനൊരു രാഷ്ട്രീയ കളി എന്നതിനേക്കാൾ കൂടുതൽ ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിരോധം ഞങ്ങൾ തീർക്കുകയാണ്. രാഷ്ട്രീയത്തിലൊരു പ്രതിരോധം തീർക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ശ്രീ രാജു അബ്രഹാമിൻ്റെ ഈ ചാനലിലുള്ള പ്രസ്താവന സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്നൊരു വിഷയം, ഭരണഘടനയെ തള്ളിപ്പറയാൻ, ഭരണഘടനയെ തിരസ്കരിക്കാൻ, ഭരണഘടനാപരമായ ബാധ്യതകൾ നിറവേറ്റരുത് എന്ന് പോലും ഒരു ഗവർണറോട് ഭീഷണി രൂപത്തിൽ സംസാരിക്കാൻ പ്രതിപക്ഷം എടുക്കുന്ന ഒരു നയം, ആ നയത്തിനെ പ്രതിരോധിക്കേണ്ടത് ജനാധിപത്യം കാത്തുസൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. നമ്മൾ ഈ 95 അതിൻ്റെ മുമ്പെയുള്ള കാലഘട്ടങ്ങൾ, കരുണാകരൻ, ഉമ്മൻചാണ്ടി, ചാരക്കേസ്, ഇതൊന്നും അല്ലല്ലോ ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. എന്താ, അതൊക്കെ കഴിഞ്ഞു, അതിനകത്തുള്ള വെള്ളമൊക്കെ ഒഴുകിപ്പോയിട്ടുള്ളൊരു കാലഘട്ടമാണ്. അതിലേക്കുള്ളൊരു ചർച്ചയ്ക്ക് നമ്മൾ ഒരുങ്ങി തയ്യാറായി വരാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ ഇനി 2-3 മാസക്കാലം മാത്രം ബാക്കിയുള്ളൊരു ഗവൺമെൻറ്റിന്, അത് ഏപ്രിൽ 1 മുതൽ പുതിയ ഒരു വർഷം, സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരന് ശമ്പളം എഴുതണമെങ്കിൽ, ശമ്പളം കിട്ടണമെങ്കിൽ, ഇവിടെ എന്തെങ്കിലും ഒന്ന് ചലിക്കണമെങ്കിൽ ഭരണഘടനാപരമായി നമ്മുടെ ബജറ്റുകൾ പാസ്സാക്കിയേ മതിയാവും. ആ ബജറ്റ് പാസ്സാക്കുന്നതിന് വിളിച്ചു കൂട്ടുന്ന ആ ഒരു സഭയിൽ സംസ്ഥാനത്തിൻ്റെ ഗവർണർ പ്രസംഗിക്കണം. അതിലിപ്പോൾ എൻ്റെ സർക്കാർ എന്ന് പറയണമെന്ന് അത് പറയണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ പറയാം. എൻ്റെ സർക്കാർ എന്ന് പറയണ്ട, ഈ സർക്കാർ എന്ന് പറഞ്ഞോട്ടെ. അങ്ങനെ ഒരു വാശിയൊന്നും ഈ ഗവൺമെൻറ് UDF കടിക്കുന്നില്ല. എൻ്റെ സർക്കാർ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ശ്രീ സദാശിവം അവർക്കൊരു അപമാനം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. ഇവിടെ ചില ബാധ്യതകളില്ലേ, ആ ബാധ്യതകളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നതല്ല. പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിന് ഞങ്ങൾ വിലക്കില്ല. നിയമസഭക്കകത്ത് പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്, നിയമസഭ മുഴുവൻ തല്ലിപ്പൊളിച്ചിട്ടുണ്ട്, അതിലെ മുഴുവൻ സാധനങ്ങളും നശിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുറത്ത് പ്രകടനം നടത്തിയിട്ടുണ്ട്. ആവാം, അതാണ് ഗുണകരമെന്നും അതിനാണ് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവുക എന്നും CPM-നും LDF-നും ബോധ്യമുള്ളിടത്തോളം കാലം അങ്ങനെ നടക്കട്ടെ. എന്നിട്ട് ഈ 2 പ്രക്ഷോഭങ്ങളെയും ആ പ്രക്ഷോഭത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് ഞങ്ങളും അവരും പൊതുവേദിയിൽ ചർച്ച ചെയ്യട്ടെ. 2016 ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജനം ഏത് അംഗീകരിക്കുമെന്ന് നമുക്ക് അപ്പോൾ കാണാമല്ലോ. തീർച്ചയായും. ശ്രീ രാജു അബ്രഹാം, നിങ്ങൾ രോഷാകുലരാണ്, പ്രതിപക്ഷം. ശ്രീ പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന് ഉമ്മൻചാണ്ടി സ്വൈരവിഹാരം നടത്താം കേരളത്തിലൂടെ എന്ന് ആലോചിക്കേണ്ടതില്ല എന്ന് കൃത്യമായ ഭാഷയിൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. രോഷാകുലരാകുന്ന പ്രതിപക്ഷം എന്താണ് ചെയ്യുക എന്നത് കഴിഞ്ഞ ബജറ്റ് അവതരണ വേളയിൽ കണ്ടതുമാണല്ലോ. സ്വാഭാവികമായും ഇപ്പോഴുണ്ടാകുന്ന സോളാർ കേസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടുണ്ടെന്ന് നിങ്ങൾ പറയുന്ന പൊതുവിൽ അങ്ങനെ ഒരു തോന്നലുണ്ട്. ജനരോഷത്തിൽ നിന്ന് കാര്യങ്ങൾ മാറിപ്പോവുകയും പ്രതിപക്ഷത്തിൻ്റെ വയലൻ്റായിട്ടുള്ള സമരം നടക്കുകയാണെങ്കിൽ അതിന് പിന്നാലെ ജനങ്ങളുടെ രോഷം പോവുകയും ചെയ്യും. അതാണ് പ്രതീക്ഷ ഭരണപക്ഷത്തിൻ്റേത്. ആ കെണിയിൽ ചെന്ന് ചാടുകയല്ലേ നിങ്ങൾ ഈ ഭീഷണി ശബ്ദത്തിലുള്ള മുന്നറിയിപ്പിലൂടെയും ഗവർണറോട് ചെന്ന് കണ്ട് നയപ്രഖ്യാപനം നടത്തരുത് എന്നൊക്കെയുള്ള ആവശ്യപ്പെടലൂടെ ഒക്കെ നടത്തുന്നത്? ആ തന്ത്രത്തിൽ ചെന്ന് വീണുപോവുക എന്ന കാര്യമല്ലേ നടക്കുന്നത്? ബജറ്റ് തൂക്കി പാട്ടവലയ്ക്ക് വിറ്റു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് അന്ന് KM മാണി ബജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു സമരം നടത്തിയത്. ആ സമരത്തിൻ്റെ സ്ട്രാറ്റജി അന്ന് ആ നിലയിൽ തന്നെ വേണമായിരുന്നു. കാരണം ഒരു കാരണവശാലും ബജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല, കാരണം അഴിമതിയെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. 2, ഇവിടെ തൃശ്ശൂർ വിജിലൻസ് കോടതി വളരെ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ FIR ഇടാൻ പറഞ്ഞത്. അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടില്ല. അപ്പം അത് തൽക്കാലത്തെ ഒന്ന് മരവിപ്പിച്ചിട്ടേ ഉള്ളൂ. അപ്പം ഇവിടെ
നമ്മുടെ മുമ്പിൽ ഒരു FIR ഇടണം എന്ന തൃശ്ശൂർ വിജിലൻസ് കോടതിയുടെ വാദം നിൽക്കുന്നില്ല എങ്കിൽ പോലും അത് സ്റ്റേ ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിഗുരുതരമായ ഒരു പ്രശ്നമാണ്. അപ്പം അത്തരത്തിൽപ്പെട്ട ഒരാൾ എങ്ങനെ ബജറ്റ് അവതരിപ്പിക്കും? ഇപ്പം KM മാണിയുടെ അവസ്ഥയേക്കാൾ മോശപ്പെട്ട അവസ്ഥയാണ്. KM മാണി അവിടെ ബജറ്റ് വിറ്റത് മാത്രമാണ്. പക്ഷേ ഇവിടെ സോളാർ കേസിനകത്ത് അത് കോടാനുകോടികളുടെ അഴിമതിയാണ്. ആ അഴിമതിയിൽ 10,000 കോടി ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ PC ജോർജ് പോലും ഔട്ടായിപ്പോയത് UDF നിന്ന്. അപ്പോൾ അത്തരം ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ സമരത്തിന് എന്ത് സ്ട്രാറ്റജിയാണ് വേണ്ടത് എന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിക്കും. അത് പഴയ സമരം പോലെയാണോ? അതല്ല നിയമസഭയിൽ ഒരു മുദ്രാവാക്യം മുഴക്കിയുള്ള സമരമാണോ? അതല്ല നിയമസഭയിൽ ആ ദിവസം നിരാഹാരം ഇരിക്കലാണോ? അതല്ല നിയമസഭാ കവാടത്തിന് പുറത്ത് ഇരിക്കലാണോ? എന്തായാലും ജനങ്ങളുടെ ഇന്നത്തെ അഴിമതിക്കെതിരായിട്ടുള്ള ആ പൊതുവികാരം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ജനവികാരം മാനിച്ചുകൊണ്ടുള്ള ഒരു സമര രൂപത്തിനായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപം കൊടുക്കുക. പക്ഷെ അപ്പോഴും ശ്രീ രാജു എബ്രഹാം മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ തിരിച്ചും മറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായി അദ്ദേഹം പറഞ്ഞത് എവിടെയാണ് തെളിവ് എന്നാണ്. തെളിവായി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പേപ്പർ പോക്കുവരവ് നടത്തി കൊടുത്തു ബാബുരാജിന് എന്നത് അത് പോക്കുവരവ് ഒരു പൗരന്റെ അവകാശമല്ലേ, അത് ചെയ്യേണ്ടതല്ലേ എന്നതാണ് അദ്ദേഹത്തിന്റെ മറുചോദ്യം. മറ്റ് തെളിവുകൾ എന്താണ്? തമ്പാനൂർ രവിയുടെയും ബെന്നി ബെഹനാന്റെയും ഓഡിയോ റെക്കോർഡിംഗുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് അവർ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റാത്ത തെളിവുകളാണ് ഇപ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നാട്ടിലുള്ളത്, സരിത കൊടുത്തിട്ടുള്ളത് എന്ന് മാത്രമല്ല ഈ പറയുന്ന തെളിവുകളൊന്നും ജനം വിശ്വസിക്കുകയുമില്ല. നിങ്ങളെ ഇപ്പോൾ വിശ്വസിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലായിരിക്കാം, പക്ഷേ നിങ്ങളും എന്നെ വിശ്വസിക്കുന്ന ഒരു കാലം വരും എന്ന അത്യധികം ആത്മാർത്ഥതയോടെയാണല്ലോ അദ്ദേഹം പറയുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഹൈക്കോടതി നടത്തിയ ഒരു പരാമർശനം 95-ൽ പുറത്തു വന്നപ്പോൾ എന്തായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എടുത്ത നിലപാട്? ഉമ്മൻചാണ്ടി പറഞ്ഞു ഇത് കരുണാകരനെതിരായിട്ടുള്ള ആക്ഷേപം തന്നെയാണ്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രസംഗങ്ങൾ അദ്ദേഹം കേരളത്തിൽ ഉടനീളം അദ്ദേഹം നടത്തിയ പ്രവർത്തനമാണ് മുമ്പേ ചർച്ച ചെയ്തത്. അത് വേണ്ട എന്നെൻ്റെ സുഹൃത്ത് സുരേഷ് ബാബു പറയുന്നുണ്ടെങ്കിൽ പോലും സുരേഷ് ബാബുവും ഭയപ്പെടുന്നു. കാരണം സമാനമായ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ തമ്പാനൂർ രവിയാണ് ഒരു ഭാഗത്ത്, ഇവിടെ ബെന്നി ബെഹനാനാണ് ഒരു മറുഭാഗത്ത്. തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും ഒരു കേസ് തേച്ചു മായ്ച്ച് കളയാൻ, സാക്ഷിയെ സ്വാധീനിക്കാൻ നടത്തിയ അതിഗുരുതരമായ ഒരു പ്രശ്നം വരുമ്പോൾ എവിടേക്കാണ് ഇത് വരച്ചുണ്ടുന്നത്? കേവലം തമ്പാനൂർ രവിക്ക് എന്താണ് ഇതിനകത്ത് കാര്യം? കേവലം ബെന്നി ബെഹനാൻ എന്താണ് ഇതിനകത്ത് കാര്യം ഈ കേസിനകത്ത്? കാരണം ഈ കേസിനകത്ത് ഒന്നാമത്തെ കക്ഷി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി 2 പേർ ഒരേ സമയം ഇവിടെ കാര്യങ്ങൾ നിർവഹിക്കുകയാണ് പുറത്തു വന്ന ഡിജിറ്റൽ തെളിവുകൾ വെച്ച്. ഇനി സരിത പുറത്ത് വിടുന്നില്ലെങ്കിൽ വിലപേശൽ മുറുകുകയാണ്. ആ വിലപേശൽ സരിത ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തിയില്ലെങ്കിൽ സ്വാഭാവികമായും ഇനിയുള്ള തെളിവുകളും പുറത്തു വരും. ഇതിനെ സംബന്ധിച്ചൊന്നും ഒരു അന്വേഷണം നടത്താൻ ഇതുവരെ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞില്ലല്ലോ, ഇതുവരെ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞില്ലല്ലോ. അപ്പം ഇതേ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്താതെ ഈ കാര്യങ്ങളെല്ലാം മൂടി വെച്ച് കൊണ്ടുപോകുന്നു. ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ആരെയാണ് ഉമ്മൻചാണ്ടി ഭയപ്പെടുന്നത്? ഉമ്മൻചാണ്ടിയെ തന്നെയാണോ ഉമ്മൻചാണ്ടി ഭയപ്പെടുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ നാറിയ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉമ്മൻചാണ്ടി പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം, അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ജനവികാരം മാറുകയാണ്. സോഷ്യൽ മീഡിയ ഒന്നടങ്കം ആരെങ്കിലും ഉണ്ടോ സോഷ്യൽ മീഡിയയിൽ UDFനെ അനുകൂലിക്കാൻ, ഉമ്മൻചാണ്ടി അനുകൂലിക്കാൻ? ആരുമില്ല. UDFിനുള്ളിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും മടുത്തു കഴിഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞങ്ങൾ പറഞ്ഞത്. തിരിച്ചു വരാം ശ്രീ രാജു എബ്രഹാം താങ്കളിലേക്ക്. ശ്രീ PM സുരേഷ് ബാബു, ജനവികാരം മനസ്സിലാകാത്ത രാഷ്ട്രീയ നേതാവല്ല താങ്കൾ, അവർക്കിടയിൽ പ്രവർത്തിക്കുന്നയാളാണ്. അദ്ദേഹം പറയുന്നത് കേൾക്കുന്ന ജനത്തിന് മുന്നിൽ ഈ പറയുന്നതെല്ലാം ശരിയാണല്ലോ എന്നതിന് ഒരുപാട് ദൃശ്യങ്ങളുടെയും ഓർമ്മകളുടെയും തെളിവുകളുണ്ട്. എനിക്കിവരെ ആരെയും അറിയില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഇന്നലെ അദ്ദേഹത്തിന് വേണ്ടിയെന്ന് പറഞ്ഞ തമ്പാനൂർ രവിയും ബെന്നി ബെഹനാനും വിളിച്ച ഓഡിയോ ശകലങ്ങൾ വരെയുണ്ട്. എങ്ങനെ അതിജീവിക്കാനാകുമെന്നാണ് മുഖ്യമന്ത്രി ഈ പറയുന്നത് തന്നെ വീണ്ടും പറയുകയും ഒഴിഞ്ഞു മാറുകയും ചെയ്തതുകൊണ്ട് രാഷ്ട്രീയമായ നേട്ടമുണ്ടാകുമോ കോൺഗ്രസിന്?
ഇല്ല, ഇപ്പം രാജു അബ്രഹാം പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരാളല്ലേ. അദ്ദേഹം കുറേ സമരമുറകളൊക്കെ പറഞ്ഞല്ലോ, ഞാനതിലേക്ക് വരാം. സമരമുറകൾ കുറേ പറഞ്ഞു. അസംബ്ലി നിയമസഭയ്ക്കകത്തും പുറത്തും നടത്താൻ സാധ്യതയുള്ള സമരമുറകൾ കുറേ പറഞ്ഞു. ഇതിലേത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു സമരമുറ കൂടി ഒന്ന് അദ്ദേഹം പറയേണ്ടതുണ്ടായിരുന്നു. നിയമസഭയ്ക്കകത്ത് സ്പീക്കറുടെ മേശമേൽ മുണ്ടും മാടിക്കുത്തി താഴെ സ്ത്രീകളും പുരുഷന്മാരും ഇരിക്കുന്ന സഭയിൽ നഗ്നതാണ്ഡവമാടുന്ന സമരവും കൂടി, ആ ഒരു മുറയും കൂടി അദ്ദേഹത്തിന് പറയാമായിരുന്നു. അത് വളരെ മനഃപൂർവ്വം അങ്ങ് വിട്ടു. ജനങ്ങളുടെ മുമ്പിൽ അത് ഓർമ്മിപ്പിക്കേണ്ട എന്ന് അദ്ദേഹം വിചാരിച്ചു. എൻ്റെ ഒരു ചുമതലയല്ലേ അതൊന്ന് ജനങ്ങൾ ഓർമ്മിച്ചോട്ടെ എന്ന് പറയേണ്ടുന്നത്. ഇതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വശങ്ങളാണ്. രാജു അബ്രഹാം പറയുന്നത് പൂർണ്ണമായ ഒരു രാഷ്ട്രീയം. ഞാൻ പറയുന്നത് കേരളം കണ്ട ഒരു സമരമുറയാണ്. കേരളം കണ്ടത്, അത് നിയമസഭയ്ക്കകത്ത് വെച്ച് നടത്തിയത്. കേരളത്തിൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെട്ട ദിവസമാണെന്ന്. അതിനേക്കാൾ കൂടുതൽ ഒരു ആത്മാഭിമാനവും ഒരു തരത്തിലും ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇനി വസ്തുതകളിലേക്ക് വരാം. എന്താണ് ഒരു വസ്തുത? ഞാൻ ഈ വസ്തുതകളിലേക്ക് മുഴുവൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനും കാരണമുണ്ട്. കാരണം പീസ് മീലായിട്ടാണല്ലോ ഈ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള ട്രംപ് മുഴുവൻ എടുത്തിട്ട് ഇപ്പോൾ പ്രയോഗിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. അതാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത്. നിങ്ങൾ ഒരു ദിവസം ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. ഞങ്ങൾക്കതിൽ ആത്മവിശ്വാസമുണ്ട്, ഞങ്ങളതിൽ വളരെ ഉറച്ച് വിശ്വസിക്കുന്നുമുണ്ട്. അവിടെ ഓരോ ദിവസങ്ങളിലും നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ളത്. തമ്പാനൂർ രവിയോട് സംസാരിച്ചതിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഒരു മുഖ്യമന്ത്രിയും ഞങ്ങളൊക്കെ ഒരു പാർട്ടിയുടെ നേതാവല്ലേ, ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ ഞങ്ങൾ ആരെങ്കിലും ഒന്ന് പ്രവർത്തിച്ചാൽ അതിലെന്താ ഒരു തെറ്റ്? ഒന്ന്, ബെന്നി ബെഹനാനോട് ചോദിച്ചപ്പോൾ, ബെന്നി ബെഹനാൻ ഒരു നിയമസഭാ സാമാജികനല്ലേ, അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ അവർ പറയുമ്പോൾ കഴിയാവുന്നത്ര നമുക്ക് ആലോചിക്കാം, ചെയ്യാം, ആലോചിക്കട്ടെ. ഇതൊരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളമുള്ള സാമാന്യമായ ഒരു പ്രവർത്തന രീതി മാത്രമാണ്. അത് പലപ്പോഴും അത് ഇങ്ങനെയുള്ള ഒരാളോടായിപ്പോയി എന്നുള്ള ഒരു ദുര്യോഗം അല്ലെങ്കിൽ നിർഭാഗ്യം ഇവർക്കുണ്ട്. തമ്പാനൂർ രവിക്കുമുണ്ട്, ബെന്നി ബെഹനാനുണ്ട്. ആ നിർഭാഗ്യം ഞങ്ങളൊക്കെ, അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില നിർഭാഗ്യങ്ങളുടെ ഒരു പെർസെൻറ്റേജ് ഞങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന്, ചില മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന്, ചില വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ മനഃപൂർവ്വമായി കഴിഞ്ഞ 5 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ സൽഭരണത്തെ കളങ്കപ്പെടുത്താൻ, ഭരണ തുടർച്ചയില്ലാതാക്കാൻ, ഒരു ഭരണ മാറ്റമുണ്ടാക്കാൻ ഉമ്മൻചാണ്ടിയെ തേജോവധം ചെയ്യുക എന്ന ഒരൊറ്റ രാഷ്ട്രീയ ആയുധം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി മറ്റൊരു രാഷ്ട്രീയവും പറയാനില്ലാത്തത് കൊണ്ട് ഉമ്മൻചാണ്ടിയെ വ്യക്തിഹത്യ ചെയ്യുകയാണ്. ആ വ്യക്തിഹത്യയിൽ നിന്ന് ഉമ്മൻചാണ്ടി ഏതൊക്കെ തരത്തിൽ രക്ഷപ്പെടുമെന്നുള്ളത് വരും നാളുകളിൽ പറയാം. ഇപ്പോൾ അതൊന്ന് റിസർവ് ചെയ്ത് വെക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തരിക. ഞാൻ തിരിച്ചു വരാം. ശ്രീ PM സുരേഷ് ബാബു, ശ്രീ രാജു അബ്രഹാം, ശ്രീ എസ് സജീവൻ, വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ എ സജീവൻ, നമുക്ക് മുന്നിലുള്ളത് ഇനി വെള്ളിയാഴ്ച, മറ്റന്നാൾ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. സ്വാഭാവികമായും രോഷാകുലരായ പ്രതിപക്ഷമായിരിക്കും അങ്ങോട്ടേക്ക് പോകുന്നത്, സഭക്കകത്തേക്ക് പോകുന്നത്. ഗവർണറെ ചെന്ന് കണ്ടിട്ടുണ്ട്, അവർ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയാണെങ്കിൽ ചിരിച്ചുകൊണ്ടാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഗൗരവമില്ലാതെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ രോഷം കൂടാനാണിട. രോഷപ്രകടനം സഭയ്ക്കകത്ത് നടക്കുന്നത് ഏത് വിധത്തിലായിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. രോഷപ്രകടനം ഏത് നിലക്ക് പ്രതിപക്ഷത്തിനും ദോഷമായും ഭരണപക്ഷത്തിന് അനുകൂലമായും വരാനാണിട? സുരേഷ് ബാബുവിൻ്റെ പാർട്ടി UDF ഉൾപ്പെടെ, കോൺഗ്രസ് മാത്രമല്ല UDF ഉൾപ്പെടെ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ തവണ മാണി ബജറ്റ് അവതരിപ്പിച്ച സമയത്ത് ഉണ്ടായ സംഭവങ്ങൾ ആവർത്തിക്കാനാണ്. അത് ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് കസേര മറിച്ചിടലും കമ്പ്യൂട്ടർ വലിച്ചെറിയലും ഒക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്ന നേട്ടം, അതിലൂടെ വാർത്ത മൊത്തം മാറ്റി മറിച്ചുകൊണ്ട് ഒരു തങ്ങൾക്ക് അനുകൂലമായിട്ട് രാഷ്ട്രീയാവസ്ഥ ഉണ്ടാക്കിയെടുക്കണമെന്ന് തന്നെയാണ് ശ്രീ PM സുരേഷ് ബാബുവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ എല്ലാ നേതാക്കന്മാരും MLA മാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷത്തിന് വരുന്ന ചെറിയ തെറ്റുകൾ പോലും, ഇപ്പം ഏറ്റവും ഒടുക്കം SFIക്കാരുടെ സമരത്തിൽ TP ശ്രീനിവാസനെതിരെ നടന്ന കയ്യേറ്റം, അതിനെ പരമാവധി ഉപയോഗിക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പൂർണ്ണമായിട്ടൊരു തെറ്റായ നടപടിയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല.
ആദ്യഘട്ടത്തിൽ അതിനെ അപലപിക്കാനായിട്ട് CPM നേതാക്കന്മാർ ഒന്ന് മടിച്ചു നിന്നെങ്കിൽ പോലും അടുത്ത ദിവസം അവർ അപലപിക്കാനും നടപടിയെടുക്കാനും തയ്യാറായതുകൊണ്ടാണ് ഇതൊരു വലിയ നഷ്ടമാവാതെ അവർക്ക് സംഭവിച്ചത്. അല്ലെങ്കിൽ അത് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയാവസ്ഥയൊക്കെ മാറ്റിയെടുക്കാൻ എന്തായാലും UDFന് കഴിയുമായിരുന്നു. ഇത്തവണയും അവർക്ക് പ്രതിപക്ഷത്തിന് പരമാവധി ഇപ്പോൾ ഗവർണറെ കാണാൻ പോയത് തെറ്റൊന്നുമില്ല. ഗവർണറെ ഭീഷണിപ്പെടുത്തി എന്ന് സുരേഷ് ബാബു പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം അങ്ങനെ ഭീഷണിപ്പെടുത്തിയ ഒരു സ്വരമൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ട് നയപ്രഖ്യാപനം നടത്താൻ പാടില്ല, അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, നയപ്രഖ്യാപന പ്രസംഗം പാടില്ല എന്ന് പറഞ്ഞു. ഗവർണർ നടത്തുന്നു, അത് ജനാധിപത്യത്തിൻ്റെ രീതിയാണ്, അത് നടത്താതിരിക്കാൻ ഗവർണർക്ക് കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ സഭയിൽ വെച്ച് അത് നയപ്രഖ്യാപന പ്രസംഗ സമയത്ത് ഇറങ്ങിപ്പോവാം, ബഹളം വയ്ക്കാം, മുദ്രാവാക്യം വിളിക്കാം, പ്ലക്കാർഡ് ഇതൊക്കെ. പക്ഷേ അത് കഴിഞ്ഞുകൊണ്ട് എന്തായാലും നമുക്കറിയില്ല, ഒരു ബജറ്റ് അവതരണം എന്ന് പറയുന്നത് ബജറ്റ് അവതരിപ്പിച്ചു 2016-17 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞു ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കുന്നതാണ്. അപ്പോൾ അത് തടയാൻ പലപ്പോഴും പറ്റിയെന്നവരില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ലഡു കൊടുക്കാനുള്ള ചാൻസ്, നേരത്തെ മാണി കഴിച്ച പോലെ ലഡു ഉമ്മൻചാണ്ടി കൊടുക്കാനുള്ള ചാൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതോടൊപ്പം പിന്നീട് അത്തരത്തിലുള്ള ഒരു അക്രമ ദൃശ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, അത് വാർത്തയാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ട്. അത്തരം ഒരു വിവരക്കേടിലേക്ക് അവർ പോകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. എന്തായാലും അത് ഉണ്ടാവാനാണ് UDF ആഗ്രഹിക്കുന്നത്. അതുണ്ടാക്കാതെ ഇതിനെ മൊത്തം ചെറുത്തുകൊണ്ടും എതിർത്തുകൊണ്ടും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടൊക്കെ ഉള്ളൊരു ശ്രമമായിരിക്കും ഇത്തവണ LDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും അവർക്ക് തന്നെ രാഷ്ട്രീയം ഇപ്പോൾ അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ അവസ്ഥ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ വരുന്ന ഈ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ് ഇവിടുത്തെ. നേരത്തെ സുരേഷ് ബാബു പറഞ്ഞ പോലെ തൊഴിലാളികൾക്ക് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് പോലും തടയുന്ന ആളുകളാണ് എന്ന രീതിയിലേക്കൊക്കെ പറയാൻ ഉള്ളൊരവസരം സൃഷ്ടിക്കുമോ എന്നുള്ള കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്തരമൊരു കാര്യത്തിലേക്ക് രാജു അബ്രഹാമിൻ്റെ പാർട്ടിയും മൊത്തം LDF പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കുന്നില്ല എങ്കിൽ പോലും ശ്രീ രാജു അബ്രഹാം ഇന്ന് പിണറായി വിജയൻ പറഞ്ഞത് കേട്ടല്ലോ, മുഖ്യമന്ത്രിയെ സ്വൈര്യവിഹാരം നടത്താൻ ഞങ്ങൾ അനുവദിക്കുമെന്നാണോ കരുതുന്നത് എന്നാണല്ലോ അദ്ദേഹം ചോദിച്ചത്. അതിന് സ്വാഭാവികമല്ലേ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്ന്. ഇപ്പോൾ നോക്കൂ, ബജറ്റ് അവതരിപ്പിക്കുന്നു, ഗവർണർ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നു, വലിയ ആഹ്ലാദാരവങ്ങളോടുകൂടി കണ്ടില്ലേ പ്രതിപക്ഷമേ എന്ന മട്ടിൽ നിങ്ങളെ കളിയാക്കിക്കൊണ്ട് ഭരണപക്ഷം നിയമസഭയ്ക്കകത്ത് വലിയ സന്തോഷ ആരവങ്ങൾ ഉയർത്തുന്നു. അങ്ങനെയാകുമ്പോൾ എന്താണ് ഉണ്ടാവുക? നിങ്ങൾക്ക് രോഷം ഉണ്ടാകും, സ്വാഭാവികമാണ്. അത്രമേൽ വെറുപ്പുണ്ടല്ലോ ഈ സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും നിങ്ങൾക്ക്. അവിടെ പ്രശ്നമുണ്ടാകും, പുറത്തിറങ്ങി വന്നാൽ DYFIക്കാരടക്കമുള്ള യുവജന സംഘടനാ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുന്നുണ്ടാകും, അതിനെതിരെ പോലീസിൻ്റെ പ്രതിരോധമുണ്ടാകും, അത് ബഹളത്തിലേക്ക് പോകും. ഇതിനകത്തുകൂടെയൊക്കെ ഈ ഭരണപക്ഷം കണ്ടില്ലേ എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും അതിജീവിക്കാൻ അറിയാവുന്ന ആ പ്രത്യേക ചിരിയുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. ആ കുരുക്കിൽ ചെന്ന് വീഴാതിരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്ന്, ഞങ്ങൾ ഉമ്മൻചാണ്ടിയെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി അടക്കമുള്ള 3 മന്ത്രിമാരെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചത് അഴിമതിക്കെതിരായി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സന്ധിയില്ലാത്ത സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമായി ഇവർ പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ ഞങ്ങൾ സ്വാഭാവികമായും ബഹിഷ്കരിക്കും. അങ്ങനെ ബഹിഷ്കരിക്കുമ്പോൾ ഞങ്ങൾ സമാധാനപരമായി നടത്തുന്ന അത്തരം ബഹിഷ്കരണ പരിപാടികളെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടാനുള്ള ഭാവമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഞങ്ങൾ അതിനെ ചെറുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി ഈ അഴിമതി മുഴുവൻ നടത്തുകയും ഈ അഴിമതിയെ അന്വേഷണം പോലും നടത്താതെ സംരക്ഷിച്ച് ഒരു സ്വൈര്യവിഹാരം നടത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ രണ്ടാമത്, ഇത്രയും വലിയ അഴിമതി, കൊള്ള, ഇത് പരസ്യമായി എല്ലാ തെളിവുകളും അദ്ദേഹത്തിനോടൊപ്പമുള്ള ആളുകൾ അവർ തന്നെയാണല്ലോ വിളിച്ചു പറയുന്നത്. ഞാൻ നല്ലൊരു കോൺഗ്രസ്സുകാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സരിത തന്നെ ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ കെ കരുണാകരൻ്റെ നല്ലൊരു വിശ്വസ്തനായ രമേശൻ കോൺട്രാക്ടറുടെ മകനായ ബിജു രമേശ് തന്നെയാണ് ഇവിടുത്തെ അഴിമതിയുടെ കഥകൾ ഓരോന്നോരോന്നായിട്ട് പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഗുരുദാസൻ എക്സൈസ് മന്ത്രി ആയിരിക്കുമ്പോൾ ഗുരുദാസൻ കാശ് വാങ്ങിയെന്ന് പറഞ്ഞില്ലല്ലോ, ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞില്ലല്ലോ, നിയമസഭയെ പറഞ്ഞില്ലല്ലോ, അകത്ത് പറഞ്ഞു പുറത്ത് പറഞ്ഞു, ഒന്നും പറഞ്ഞില്ലല്ലോ. ഏതെങ്കിലും മന്ത്രി അഴിമതിക്കാരാണെന്ന് ഇവരാരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭരണം കണ്ട കേരളത്തിലാണ്
അവരുടെ പാർട്ടിക്കാർ തന്നെ, കോൺഗ്രസ്സുകാർ തന്നെ, ഇപ്പോൾ മല്ലേരി ശ്രീധരൻ നായർ ആരാ കോന്നിയിൽ 18 വർഷം കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ ജയിച്ച ഒരു സർവീസ് സഹകരണ ബാങ്കിലെ ബോർഡ് മെമ്പർ, കോൺഗ്രസ് നേതാവല്ലേ, അദ്ദേഹമല്ലേ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ തെളിവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഈ തെളിവെല്ലാം കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. അത്തരമൊരു സാഹചര്യം ഈ കേരളത്തിൽ ഇതേപോലെ ഒരു മുഖ്യമന്ത്രിക്ക് ചിരിച്ചു കളിച്ച് നടക്കാൻ കഴിയുമോ? അഴിമതിയുടെ മൂർത്തിരൂപമായ ഈ മന്ത്രിമാർക്കെതിരെ, ഈ നേതൃത്വത്തിനെതിരെ സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് ഉൾപ്പെടെ ഉയർന്നു വന്നിരിക്കുന്ന ആ പ്രതിഷേധങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ, കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ് ആ ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് വരും ദിവസങ്ങളിൽ ആഞ്ഞടിക്കാൻ, അത് ജനപിന്തുണ, ഞങ്ങൾ കടാരയും വടിവാളും എടുത്തുകൊണ്ടല്ല ഞങ്ങൾ ആഞ്ഞടിക്കുന്നത്, ഞങ്ങൾ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർത്തും എന്നാണ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. അത് ജനവികാരമാണ്. ശ്രീ PM സുരേഷ് ബാബു, ഇങ്ങനെ പ്രതിപക്ഷം കൈകെട്ടിയിരുന്നാൽ മതി. കാരണം അത്ര വലിയ ആക്ഷേപങ്ങളാണ് വന്നിരിക്കുന്നത്. പ്രതിപക്ഷം അതുകൊണ്ട് സഭയ്ക്കകത്തും പുറത്തുമൊക്കെ വലിയ ബഹളമുണ്ടാക്കി ജനശ്രദ്ധ തിരിച്ചുവിടും ഈ അഴിമതി ആരോപണങ്ങളെന്ന് കരുതണ്ട. ആ വലയിൽ അവർ ചെന്ന് വീഴാൻ പോകുന്നില്ല. എങ്കിൽ നല്ലതാണ്. കേരള പൊതുസമൂഹത്തിന് അതൊരു നല്ല ഒരു കാര്യമാണ്. കാരണം നഷ്ടം ഉണ്ടാക്കരുതല്ലോ. ഞങ്ങൾക്കിതിനകത്ത് അങ്ങനെ ഒരു നിർബന്ധ ബോധ്യമൊന്നുമില്ല. പക്ഷേ രാജീവ് അബ്രഹാം പറഞ്ഞതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ ഞാനിപ്പോൾ മീഡിയ 1 TV-യിലൂടെ കാണിക്കാം. അദ്ദേഹം നോക്കണം, മുഖ്യമന്ത്രിയെ ബഹിഷ്കരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷം. മുഖ്യമന്ത്രിയും അച്യുതാനന്ദനും ഒരുമിച്ചിരുന്ന് വളരെ സുഖത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കുന്ന ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ബഹിഷ്കരിക്കുന്നത് അതല്ല, ബഹിഷ്കരിക്കുന്നതിനകത്തുള്ള തീരുമാനമെടുത്താൽ ബഹിഷ്കരിക്കണം. അതാണ് തീരുമാനം. അവർ ജനങ്ങൾക്ക് എൻഡോസൾഫാൻ ചർച്ചകൾക്ക് വേണ്ടി ഞങ്ങളതാ ഈ ദുരിതം പിടിച്ച ആളുകൾക്ക് വേണ്ടി സഹായിക്കാനായി അങ്ങനെ ഒരു വക്കാലത്ത് അവർക്ക് ആവശ്യമില്ല. രാജീവ് തന്റെ കേസ് വാദിക്കാനാണ്. ഞങ്ങളിത് പണ്ടേ പറയുന്നതാണ്. നേതാക്കന്മാര് പറഞ്ഞങ്ങ് പോകും, അനുയായികളെ കൊണ്ട് തല്ലുകൊള്ളിപ്പിക്കും. ഇതൊരു സമ്പ്രദായമാണ്, ഇടതുപക്ഷത്തിൻ്റെ സമ്പ്രദായമാണ്, CPM-ൻ്റെ ഒരു സമ്പ്രദായമാണ്. അതുപോലെ ഇപ്പം ഈ TV-യിൽ ഞാൻ കണ്ടതാണ്. ഞാൻ നേരത്തെ ഒന്നും അറിയില്ല. ഞാനിപ്പോൾ TV-യിൽ ഇരുന്നപ്പോൾ കണ്ടതാണ് മുഖ്യമന്ത്രിയും അച്യുതാനന്ദനും വളരെ സൗകര്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നത്. അപ്പോൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ അത് ബഹിഷ്കരിക്കണം. അത് എൻഡോസൾഫാൻ അല്ല, 10,000 എൻഡോസൾഫാൻ ഒരുമിച്ച് വന്നാലും അത് ബഹിഷ്കരണമാണ്. തന്ത്രത്തിൽ അവർ വീഴുന്നില്ല. ഞങ്ങളെ തന്ത്രത്തിൽ വീഴുന്നുണ്ട് പറയുന്നത്. രാജീവ് അബ്രഹാം പറഞ്ഞോളൂ. അല്ല, ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി അടക്കമുള്ള 3 മന്ത്രിമാരുടെ പൊതുപരിപാടികൾ ബഹിഷ്കരിക്കും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ നടക്കുന്ന ഒരു കോൺഫറൻസ്, നിയമസഭയ്ക്കുള്ളിൽ നടക്കുന്ന നിയമസഭാ സമ്മേളനം ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവിടെ ഞങ്ങൾ വേറെ സ്ട്രാറ്റജി ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പബ്ലിക് പരിപാടികളാണ്, പൊതുപരിപാടികൾ. വളരെ വ്യക്തമാണ് ഞങ്ങൾ അക്കാര്യത്തിൽ. വീടെടുത്ത് കിടന്ന് ഉരുളാൻ ശ്രമിക്കരുത് ശ്രീ രാജീവ് അബ്രഹാം. താങ്കൾ വളരെ വളരെ വ്യക്തതയോടുകൂടി ഇടതുപക്ഷ രാഷ്ട്രീയം അവതരിപ്പിക്കുന്ന ഒരാളാണ്. അതെനിക്ക് വളരെ ആർജവും ബഹുമാനവും എനിക്ക് അങ്ങോട്ടുണ്ട്. പക്ഷേ ഇതൊരു സത്യമാണ്. ഈ സത്യത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഞാനത് പറയണമെന്ന് ആഗ്രഹിച്ചതല്ല. എനിക്ക് നേരത്തെ കണ്ടതാണ്. എനിക്കത് പറയാമായിരുന്നു, എനിക്കത് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ രാജീവ് അബ്രഹാം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഉള്ള ചർച്ചകളിൽ പറഞ്ഞു. ഇത് പറയുമ്പോൾ പോലും CPM നേതാക്കന്മാർക്കെതിരായി സരിത പറഞ്ഞതിനെക്കുറിച്ച് ഒരക്ഷരം ഇതുവരെ ചാനലിൽ പറയാത്ത ഒരാളാണ് ഞാൻ. എത്രയോ ദിവസങ്ങളായിട്ട് സാക്ഷ്യപ്പെടുത്താൻ ആളുണ്ട്. ഒരക്ഷരം ഇന്നുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് പ്രതിരോധം തീർക്കാൻ സരിതയുടെ ആ ആരോപണമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ വളരെ മാന്യമായ രീതിയിൽ രാഷ്ട്രീയ പ്രതിരോധം തന്നെയാണ്. പക്ഷെ അപ്പോഴും ശ്രീ രാജീവ് അബ്രഹാമിന്റെ സൗമ്യമുഖമാണ് ഇവർ ഇതിന് പ്രതിരോധമായിട്ട് എടുത്ത് മുന്നോട്ട് വെക്കാൻ പോകുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ വയലൻ്റ് ആയിട്ടുള്ള മുഖമല്ല കാണാൻ പോകുന്നത്. നിങ്ങൾ അർഹിക്കുന്ന കാര്യത്തിൽ സൗമ്യമായി തന്നെയാണ് അവർ പെരുമാറാൻ പോകുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകില്ലേ അത്? തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിച്ച വഴി അവർ വീഴുന്നില്ലെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ മറികടക്കാൻ എന്തുള്ളത് ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. ആരായിരിക്കും ശ്രീ സജീവൻ, ആരായിരിക്കും ഈ കാര്യത്തിൽ വിജയിക്കാൻ പോകുന്നത്? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന തോന്നലൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം എല്ലാത്തിനെയും ഇങ്ങനെ ഏതോ നിലക്ക് മാനേജ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. സരിതയാണെങ്കിൽ കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ നാളെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ സോളാർ കമ്മീഷന് കൈമാറുക, പുറത്തെത്തി മാധ്യമങ്ങൾക്ക് കൊടുക്കുക, ജനത്തെ ഞെട്ടിക്കുക എന്നാണല്ലോ അവരുടെ ഒരു രീതി. ഏത് നിലക്ക് ഈ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് നിങ്ങളെ പൂർണ്ണമായി ബോധ്യപ്പെടുത്താനാകുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയൊക്കെ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ഉള്ളത് തന്നെയാകുമോ? അല്ല, മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം
ആവണമെന്നില്ല. അത് ഒരുപക്ഷെ ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിക്കൂടാന്നില്ല. പക്ഷേ അതാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ നേരത്തെ വളരെ കൃത്യമായ ആത്മവിശ്വാസം ഉള്ള ആളാണെങ്കിൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ, സരിതയെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് ആദ്യമേ പറയാമായിരുന്നു. അപ്പോഴീ അതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറില്ല. പക്ഷേ മുഖ്യമന്ത്രി ആദ്യമേ തന്നെ പറഞ്ഞു, സരിത എന്നൊരാളെ എനിക്ക് അറിയേയില്ല, പലപ്പോഴും കുറേ ആളുകൾ വരുന്നതിൻ്റെ കൂടെ ഈ സ്ത്രീയും വന്നിട്ടുണ്ടാവാം, ഞാൻ അറിയില്ല, ബിജു രാധാകൃഷ്ണൻ അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിന് സമ്മതിക്കേണ്ട ഒരവസ്ഥ വന്നു, അതിനെ ന്യായീകരിക്കേണ്ട ഒരവസ്ഥ വന്നു. അത് ആത്മവിശ്വാസത്തെ അല്ല തെളിയിക്കുന്നത്. കാരണം കൃത്യമായ ആത്മവിശ്വാസമുള്ള ഒരാൾ ആദ്യമേ തന്നെ പറയാമായിരുന്നു, എനിക്ക് ബിജു രാധാകൃഷ്ണനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം എൻ്റെ അടുത്ത് കുറേ കുടുംബകാര്യങ്ങൾ പറയാൻ വന്നു, അത് സംസാരിച്ചു. സരിത എൻ്റെ അടുത്ത് വന്നിട്ട് ചില കടലാസുകൾ തന്നു, അവർക്ക് ചില ഭൂമിയുടെ പോക്കുവരവ് നടത്തി കൊടുക്കണമെന്ന് പറഞ്ഞു, ഞാനതിൽ ഒപ്പിട്ട് കൊടുത്തു. ഇതൊക്കെ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിക്കോ മറ്റു മന്ത്രിമാർക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷേ ആദ്യമേ നിഷേധിച്ചുകൊണ്ട് പിന്നെ അദ്ദേഹം പറയുന്ന ഓരോന്നിനെതിരെയും തെളിവുകൾ വരുന്നു. ആ തെളിവുകൾ വരുന്നതിനനുസരിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് അതൊക്കെ പിന്നീട് സമ്മതിക്കാനോ അതൊക്കെ പലർക്കും വീണെടുത്ത് കിടന്ന് ഉരുളുകയാണെന്ന് തോന്നുന്ന രൂപത്തിൽ ഉള്ള ഒരു നിലപാടിലേക്ക് അപ്പോഴും ശ്രീ സജീവൻ കോൺഗ്രസ് പാർട്ടിയുടെ ഒന്നാകെയുള്ള പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്നതായി കാണേണ്ടതല്ലേ? 95-ലെ ഉദാഹരണം നമ്മൾ എടുത്താൽ രമൺ ശ്രീവാസ്തവയ്ക്ക് എതിരായിട്ടുള്ള കോടതി പരാമർശം ഉള്ളപ്പോൾ തന്നെ നിസ്സാരമാണ് എന്നിപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ തന്നെയും അന്ന് കെ കരുണാകരനോട് പുറത്തിറങ്ങാൻ ശക്തമായി ആവശ്യപ്പെടാൻ, സംസ്ഥാനം മുഴുവൻ നടന്ന് പ്രസംഗിക്കാൻ, അതിനുവേണ്ട ഗ്രൂപ്പ് ചരട് വലികൾ നടത്താൻ ഉമ്മൻചാണ്ടി എന്ന അതീവ തന്ത്രശാലിയായ രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരായി അങ്ങനെ ഒരാൾ ആ പാർട്ടിക്കകത്തില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ വലിയ ചർച്ചയൊന്നും ആകില്ല എന്ന് ഉറപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും VM സുധീരൻ ലാവ്ലിൻ കേസിനെ കുറിച്ച് മിണ്ടാത്തതെന്തേ എന്ന് പിണറായി വിജയനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉമ്മൻചാണ്ടിയെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളിലാണല്ലോ VM സുധീരനും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഏർപ്പെടുന്നത് എന്ന തോന്നലുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടെയാണല്ലോ കോൺഗ്രസ് ആഭ്യന്തര രാഷ്ട്രീയം എടുത്താൽ. ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇതിനെ അതിജീവിച്ചു തന്നെ പോകാനാണ് സാധ്യത. ആ കരുത്ത് അദ്ദേഹത്തിനുണ്ട് എന്നുകൂടെ കാണേണ്ടി വരില്ലേ? അല്ല, അന്ന് ഉമ്മൻചാണ്ടിയോടൊപ്പം മറ്റ് ഗ്രൂപ്പിൽപ്പെട്ട പല ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഉണ്ടായത്. സുജനപാലനെ പോലെയൊക്കെ നിഷ്പക്ഷമായിട്ട് നിന്ന ആളുകളെ എത്രമാത്രം ശക്തിയോട് കൂടിയിട്ട് ഇപ്പുറത്തേക്ക് എന്തെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് മാറ്റിയതെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇപ്പോഴത്തെ അതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ ഉന്നയിക്കുന്നതല്ല, പല ആളുകളും ഉന്നയിച്ചൊരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയോടൊപ്പം നിൽക്കുന്ന ഗ്രൂപ്പുകാരായിട്ടുള്ള ആളുകൾക്കെതിരെ മാത്രം ആരോപണം ഉന്നയിക്കുന്നത്? ഇതേ സരിതയും ഇതേ ബിജു രാധാകൃഷ്ണനും ഒക്കെ നേരത്തെ പറഞ്ഞ പല പേരുകളും വിഴുങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു ഗ്രൂപ്പിൻ്റെ പ്രശ്നമല്ലേ എന്ന രീതിയിൽ ചില ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് പ്രശ്നം, ഈ ഗൂഢാലോചനയൊക്കെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുമ്പോഴും ഈ ഗ്രൂപ്പ് പ്രശ്നമെന്ന് പറയുന്നതിൻ്റെ ഗൂഢാലോചനയാണോ? നേരത്തെ മാണി പറഞ്ഞ ഗൂഢാലോചന പോലെ പ്രതിപക്ഷമല്ല പിന്നെ ആര്? ആ ഗൂഢാലോചന നടത്തിയ പോലെ ഇവിടെയും അങ്ങനെയൊരു ഗൂഢാലോചന മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനൊരു ഗൂഢാലോചനയുടെ സാധ്യത മുഖ്യമന്ത്രി തിരിച്ചറിയുന്നുണ്ടോ എന്നൊരു പ്രശ്നമുണ്ട്. ഇനി അതല്ലെങ്കിൽ അങ്ങനെയൊരു ശ്രമം മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഒരു അട്ടിമറിക്കുള്ള ശ്രമം ഏതെങ്കിലും ഭാഗത്തുണ്ടാവും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതിപ്പോൾ നമുക്കറിയാവുന്നില്ല, ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാൾ, INTUCയുടെ വളരെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ്, സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ആൾ, അദ്ദേഹമാണ് ഈ വളരെ രംഗത്ത് വരുന്നത്. അജയ് തറയിലിനെ പോലെ സുരേഷ് ബാബുക്ക് വന്ന് ഇവിടെ പറയുന്ന പോലെ കോൺഗ്രസിന് വേണ്ടി അതിശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരുന്ന ആളാണ് അജയ് തറയിൽ. അജയ് തറയിലാണ് പറഞ്ഞുള്ളത്. മറ്റു പല ആളുകളും തന്ത്രപരമായിട്ടുള്ള മൗനം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തന്ത്രപരമായ മൗനമൊക്കെ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന സ്വാഭാവികമാണ്. അവർക്ക് വേണ്ട രാഷ്ട്രീയ കളികൾ നടത്തും. അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് ഈ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോര് വളരെ കുറച്ചുകൂടി ശക്തമാക്കി തീർത്തിട്ടുണ്ടോ എന്ന അതിന് പിന്നിലെ അണ്ടർ കറണ്ട്, അടിയൊഴുക്കുകൾ കൂട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതാണ് കോൺഗ്രസിനും മുഖ്യമന്ത്രിക്കൊക്കെ ഒരു പ്രശ്നമായിട്ട് മാറാൻ പോകുന്നത്. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ രാജു അബ്രഹാം, അതിനു മുമ്പ് സരിതയാണ് ആള്. സരിത തൊട്ട് കല്ലേലി ശ്രീധരൻ നായർ വരെയുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ തന്നെ ആളുകളാണ്. സരിതയാണെങ്കിൽ ഗഡുക്കളായി മാത്രമാണ് തെളിവുകൾ മുന്നോട്ട് വെക്കുന്നത്. ഒരു ഗ്രൂപ്പിലെ ആളുകൾക്കെതിരെ മാത്രമായിട്ടാണ് ആക്ഷേപം ചുരുങ്ങിയിരിക്കുന്നത് എന്ന് ഇതിനകം തന്നെ ആളുകൾ നിരീക്ഷിക്കുന്നുണ്ട്. ഈ സരിത പറയുന്നതിൻ്റെയൊക്കെ പിന്നാലെ ചെന്ന് അവസാനം വിജയുടെ ചിരി മുഖ്യമന്ത്രിയുടെ തന്നെ ആകുന്ന രാഷ്ട്രീയ സാഹചര്യം വരും ചിലപ്പോൾ. അത് മുൻകൂട്ടി കാണുന്നുണ്ടോ CPM പ്രതിപക്ഷ പാർട്ടികളും?
അല്ല, ഞാനൊരു കാര്യം ഞാനിതിനകത്ത് വ്യക്തമായിട്ട് പറയാം. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നടന്നപ്പോഴും ഇപ്പം ഞാൻ ഏറെ ഞാൻ കൊല്ലത്ത് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും പിന്നീട് ദേശാഭിമാനിയിൽ പ്രവർത്തിക്കുമ്പോഴും ഞാൻ വളരെ ബഹുമാനത്തോടെ കണ്ടുള്ള ആളാണ് ശ്രീ സുരേഷ് ബാബു. വളരെ ഏറ്റവും അപൂർവം പക്വതയുള്ള കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാൾ. പക്ഷേ ഞങ്ങൾ CPM-നെതിരെ ഉയരുന്ന ഗൂഢാലോചനയെപ്പറ്റി ഞങ്ങൾ പറയുന്നില്ല. ഇത് അദ്ദേഹം ആവർത്തിച്ച് കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു പ്രശ്നവുമില്ല. CPM-നെതിരെ സരിത ആരോപണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനുള്ള എല്ലാ സംവിധാനവും കേരളത്തിലെ പോലീസിനകത്തുണ്ട്. രമേശ് ചെന്നിത്തല തീരുമാനിച്ചാൽ മതി. നാളെ അത് സംബന്ധിച്ച് അന്വേഷണം നടക്കും. പക്ഷേ ആ CPM-നെതിരായിട്ടുള്ള ഗൂഢാലോചനയെപ്പറ്റി മാത്രമല്ല അന്വേഷണം നടത്തേണ്ടത്. ഇത് ആദ്യം മുതൽ ഇതിൻ്റെ അന്വേഷണങ്ങൾ മുഴുവൻ അട്ടിമറിക്കപ്പെടുകയാണ്. ഒരു പോലീസ് IG ജോസ് തന്നെ സരിതയുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് മുഴുവൻ നശിപ്പിച്ചു എന്ന് ഇവിടെ പറഞ്ഞത് കേരളത്തിൻ്റെ DGP ആണ്. നമ്മൾ ഓർക്കണം, എവിടെയാണ് കേരളം തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത്, എവിടേക്കാണ് കേരളത്തിൻ്റെ പോലീസ് സംവിധാനത്തെ കൊണ്ടുപോകുന്നത് നമ്മൾ ആലോചിക്കണം. ദുഃഖകരമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു സത്യമാണ്. അപ്പം അത്തരം ഒരു അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് അന്വേഷിക്കണ്ടേ? സരിത പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കണ്ടേ? പുറത്തു വന്ന ലക്ഷങ്ങൾ, കോടികൾ ഓരോരുത്തരും വാങ്ങിച്ച സംഭവത്തെപ്പറ്റി അന്വേഷിക്കണ്ടേ? തമ്പാനൂർ രവി, ബെന്നി, അവരുടെ പ്രവർത്തനങ്ങൾ അന്വേഷിക്കണ്ടേ? ADGP ഹേമചന്ദ്രൻ പറഞ്ഞ സരിതയും മല്ലേലി ശ്രീധരനും എല്ലാം ഒരുമിച്ച് മുഖ്യമന്ത്രിയുടെ മുറിയിൽ കണ്ട കാര്യം അന്വേഷിക്കണ്ടേ? ഇതെല്ലാം അന്വേഷിക്കണം. അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം. ഒളിച്ചുകളി നമ്മുടെ മുമ്പിൽ ദയവ് ചെയ്ത് ഉണ്ടാവരുത് എന്നൊരു അഭ്യർത്ഥനയാണ്. CPM സുരേഷ് ബാബു, നമുക്ക് ആ വിഷയത്തിൽ മാറി ഇങ്ങോട്ട് നിന്നാൽ, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ ചാരക്കേസിന് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല കെ കരുണാകരൻ്റെ രാജിയുമായി ബന്ധപ്പെട്ടതൊക്കെ. താങ്കൾക്ക് അതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. പൂർണ്ണമായ ആത്മാർത്ഥയോടെ പറയൂ, അദ്ദേഹം അങ്ങനെയൊക്കെ പറയുന്നത് ശരിയായ കാര്യമാണോ രാഷ്ട്രീയത്തിൽ? ചാരക്കേസ് അല്ല എന്ന് പറയാനുണ്ടായ ഒരു കാരണം, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് കാര്യത്തിൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഏതിൻ്റെയൊക്കെയോ മറപിടിച്ച് ശ്രീ കരുണാകരന് നിയമസഭാ കക്ഷിക്കകത്തുണ്ടായിരുന്ന ഭൂരിപക്ഷം കുറഞ്ഞു, ഭൂരിപക്ഷം ന്യൂനപക്ഷമായി മാറി. അതാണ് രാജിയിലേക്ക് കലാശിച്ചത്. അതാണ് സജീവൻ ഇവിടെ സൂചിപ്പിച്ചത്. നേരത്തെ സുജനപാലടക്കമുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം ഇന്നില്ല. അദ്ദേഹമൊക്കെ നേരത്തെ കരുണാകരനോടൊപ്പം നിന്നിരുന്ന ആളാണെങ്കിൽ ഈ സംഭവം രാജിയിലേക്ക് വരാനിടയാക്കിയ സാഹചര്യം വന്നത് അവരൊക്കെ മാറി ഹൈക്കമാൻഡിന് നേതൃത്വമാറ്റം വേണമെന്നുള്ള സന്ദേശം കൊടുത്തു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെയുള്ള പലരും അങ്ങനെ വന്നപ്പോൾ ഹൈക്കമാൻഡ് ഒരു സെലക്ഷൻ നടത്തി നോക്കുമ്പോൾ നേതൃത്വമാറ്റം ആവശ്യപ്പെടുന്ന MLA-മാരുടെ എണ്ണമാണ് കൂടുതൽ എന്ന് വന്നതിലാണ് രാജി വന്നിരിക്കുന്നത്. അതായിരിക്കും മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇപ്പോൾ ശ്രീ രാജു അബ്രഹാം പോലും സൂചിപ്പിക്കാത്തൊരു വിഷയമാണ് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ്. അദ്ദേഹം ഈ 1 മണിക്കൂർ ചർച്ചയിൽ രാജു അബ്രഹാം ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്തിനാ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സജീവൻ ഇത്ര വേവലാതിപ്പെടുന്നത് എന്നുള്ളത്. ഇതിനകത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പിസത്തിൻ്റെ ഒരു പ്രശ്നമല്ല. അത് ഓരോരോ സന്ദർഭങ്ങളിൽ ഓരോരോ സാഹചര്യത്തിൽ സരിതയ്ക്ക് തോന്നുന്നതാ. അത് അന്വേഷിക്കണമെന്നുള്ള ഉദ്ദേശത്തിലല്ല. സരിത ഈ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതുപോലെ തന്നെ CPM-നെതിരെ പറഞ്ഞതും വിശ്വസിക്കുന്നില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പറഞ്ഞത്. അത് അന്വേഷിക്കുന്നില്ല അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഒരു ഭീഷണി. അതല്ല, ഞങ്ങളെക്കുറിച്ച് സരിത ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അത് കളവാണ്. അതേപോലെ അതേ വെളിച്ചത്തിൽ തന്നെയാണ് സരിത CPM നേതൃത്വത്തെക്കുറിച്ച് പറഞ്ഞതും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്കെതിരായുള്ള ആരോപണത്തെ പ്രതിരോധിക്കാൻ CPM-നെതിരായ ആരോപണം ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അടക്കം ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങയുടെ മുമ്പിൽ ഞാൻ നേരത്തെ മുതലേ പറഞ്ഞത്. തീർച്ചയായും വളരെ വളരെ നന്ദി ശ്രീ PM സുരേഷ് ബാബു, ശ്രീ രാജു അബ്രഹാം, ശ്രീ A സജീവൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. കൂടുതൽ ചോദ്യങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും, പക്ഷേ വളരെ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകേണ്ടതില്ല. താങ്കൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്കറിയാം. വളരെ നന്ദി അതിഥികൾക്ക്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഇനി ട്രൂത്ത് ഇൻസൈഡ് കാണാം. നമസ്കാരം.